ആഗോളതലത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്യമെന്ന് കീർത്തികേട്ട നാടാണ് ഭാരതം. ഭാരതത്തിൽ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ കേരളത്തിൻ്റെ കറുത്ത പൊന്നാണ് കുരുമുളക്. കേരളത്തിലെ തിരുവാതിര ഞാറ്റുവേലയും ഫലഭൂയിഷ്ഠമായ മണ്ണും കുരുമുളകിനെ നമ്മുടെ സ്വന്തം വിളയാക്കി മാറ്റിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക പുരയിടങ്ങളിലും കുരുമുളക് സർവ്വസാധാരണമാണ്. രുചികരമായ വിഭവങ്ങളിലെ ചേരുവയായും ആയുർവേദ മരുന്നുകളിലെ ഒരു പ്രധാന ഘടകമായും ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു. കേരളത്തിൽ പ്രധാനമായും പുരയിട കൃഷിരീതിയിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങി മറ്റു മുഖ്യ വിളകളോടൊപ്പം ഇടവിളയായിട്ടാണ് കുരുമുളക് കൃഷി ചെയ്തു വരുന്നത്. കൃഷിയിടത്തിൽ കുരുമുളക് ഒറ്റ വിളയായി കൃഷി ചെയ്യാമെങ്കിലും ഈ രീതി ഇന്ന് വിരളമാണ്. കീടരോഗബാധയോടൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് ഇതിന് പ്രധാന കാരണങ്ങളാണ്. കുരുമുളകിൻ്റെ പ്രജനന രീതികളിൽ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് സെർപെന്റൈൻ ലെയറിംഗ്. റണ്ണറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള കുരുമുളക് ചെടികളിൽ നിന്നും അനുയോജ്യമായ റണ്ണറുകൾ തിരഞ്ഞെടുക്കുക. പന്നിയൂർ 1 ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികൾ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾക്കായി ആശ്രയിക്കാവുന്നതാണ്. ബ്ലേഡ് ഉപയോഗിച്ച് റണ്ണറുകൾ ചുവട് ചേർത്ത് മുറിച്ചെടുക്കുക. മുഴുവൻ ഇലകളും വള്ളിയിൽ നിന്നും മുറിച്ചു മാറ്റുക. അടുത്തതായി നടാൻ പാകത്തിന് 2 നോടുള്ള തണ്ടുകളായി മുറിച്ചെടുക്കലാണ്. തണ്ടുകളുടെ താഴ്ഭാഗം ചരിച്ചു വേണം മുറിച്ചെടുക്കാൻ. ഇതിനുശേഷം നടീൽ മിശ്രിതം തയ്യാറാക്കുകയാണ്. ഇതിനായി തുല്യ അളവിൽ ജൈവവളം, മണൽ, മണ്ണ് എന്നിവ എടുത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കുക. അനുയോജ്യമായ പോളിത്തീൻ കവറുകളിൽ നടീൽ മിശ്രിതം നിറയ്ക്കുക. നീർവാർച്ചയ്ക്കായി ദ്വാരങ്ങളിടാൻ ശ്രദ്ധിക്കണം. നടീൽ മിശ്രിതം ചെറുതായി നനച്ചു കൊടുത്ത ശേഷം തണ്ടുകൾ നടാവുന്നതാണ്. ഒരു പോളിത്തീൻ കവറിൽ 4 തണ്ടുകൾ നടാം. തണ്ടിന്റെ ചരിച്ചു പിടിച്ച ഭാഗം മണ്ണിനടിയിൽ വരുന്ന രീതിയിൽ നടുക. നടീലിന് ശേഷം വെള്ളം നനച്ചു കൊടുക്കുക. നട്ട തണ്ടുകൾക്ക് മഴക്കാലത്ത് പാണൽ ഇലകൾ കൊണ്ട് സംരക്ഷണം നൽകാം. ഇത്തരത്തിൽ തയ്യാറാക്കിയ 3 മാസം പ്രായമെത്തിയ വള്ളികളിൽ സെർപെന്റൈൻ ലെയറിംഗ് ചെയ്യാവുന്നതാണ്. ഇവ ചെറുതായി നനച്ചു കൊടുത്ത ശേഷം നടീൽ മിശ്രിതം നിറച്ച പോളിത്തീൻ കവറുകൾ എടുക്കുക. 2 നോഡുകൾക്കിടയിലുള്ള തണ്ടിന്റെ ഭാഗം നടീൽ മിശ്രിതത്തിൽ ചേരുന്ന രീതിയിൽ സജ്ജീകരിച്ച ശേഷം ഈർക്കിൽ കൊണ്ട് കുത്തി നിർത്താവുന്നതാണ്. ഇത്തരത്തിൽ 4-5 പോളിത്തീൻ കവറുകൾ ക്രമീകരിക്കുക. ഒരു മാസത്തിന് ശേഷം വേരുകൾ വന്നു തുടങ്ങും. ഇവ ബ്ലേഡ് ഉപയോഗിച്ച് വേർപെടുത്താം. രണ്ട് മാസങ്ങൾ കൊണ്ട് ഇവ വിൽപ്പനയ്ക്ക് തയ്യാറാവും. ഏകദേശം 4 തൈകൾ ഒരു വള്ളിയിൽ നിന്ന് ലഭിക്കും.
ഇത്തരത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗുണമേന്മയുള്ള കൂടുതൽ നടീൽ വസ്തുക്കൾ ലഭിക്കുന്നു എന്നതാണ് സെർപ്പന്റൈൻ ലെയറിങ്ങിനെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ രീതികളിൽ ആശ്രയിക്കാവുന്ന ഒന്നായി മാറ്റുന്നത്.